ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറവൂർ താലൂക്ക് സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ എംഎൽഎ ജോണി നെല്ലൂർ നിർവഹിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറവൂർ താലൂക്ക് സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മെയ് 18 പറവൂർ സർക്കാർ ജീവനക്കാരുടെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുൻ എംഎൽഎ ജോണി നെല്ലൂർ നിർവഹിച്ചു. ഇപ്പോ സംസ്ഥാനത്ത് ഈ മാസം ആരംഭം മുതൽ നമ്മുടെ കരാറുകാര്, അതായത് ലോറി ഉടമസ്ഥര്, തൊഴിലാളികള് റേഷൻ കടയിൽ ഭക്ഷ്യസാധനം കൊണ്ടുവരേണ്ട ആളുകൾ സമരത്തിലാണ്. അവർക്ക് ഏതാണ്ട് 90 കോടി രൂപയോളം കിട്ടാനുണ്ട് കുടിശ്ശിക. അവരത് കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരരംഗത്ത് നിൽക്കുക. ഞാൻ അവരുമായി ഒന്ന് സംസാരിച്ചു. 50 കോടി രൂപ ഇന്നലെ ബഹുമാനായ ഭക്ഷ്യമന്ത്രി അനുവദിച്ചു എന്നവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 50 കോടി രൂപ കിട്ടിയിട്ടില്ല. അത് കിട്ടിയ ശേഷം മാത്രമേ അവര് സമരം പിൻവലിക്കുന്ന കാര്യം ആലോചിക്കൂ എന്നാണ്. ഇപ്പൊ കേരളത്തിലെ പല കടകളിലും അരി തീർന്നു. മന്ത്രി ഔദ്യോഗികമായി പറയും എല്ലാ കടയിലും 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ യാഥാർത്ഥ്യം എന്താ? ഇന്ന് കോഴിക്കോട് താലൂക്ക് മാത്രം ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ കോഴിക്കോട് താലൂക്ക് ജില്ലയല്ല, 100 കടകളിൽ അരിയില്ല. 100 കടകൾ. ചടങ്ങിൽ KS പൗലോസ് അധ്യക്ഷത വഹിച്ചു. VV ബേബി മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ KK ഇസഹാക്ക് കാരുണ്യസ്പർശം ഉദ്ഘാടനം നിർവഹിച്ചു. CV ശിശുപാലൻ, S പോൾ, K ദേവരാജൻ, SP സന്തോഷ് കുമാർ, VK കാർത്തികേയൻ, V രാജേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. CS വിനോദ് കൃതജ്ഞത അർപ്പിച്ചു. തുടർന്ന് 2025-28 കാലയളവിലേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. സ്വർണത്തിന് ഇരട്ടി മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന 6 മാസം മുതൽ 5 വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ, ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം.